എന്തിനാണ് 2 വനിതാ രത്നങ്ങളെ ഈ പറഞ്ഞ സംവിധാനം ഏൽപ്പിച്ചത്? അതിനൊരു മെസ്സേജ് എന്തിനാ സിന്ദൂർ എന്ന് പറഞ്ഞൊരു പേര് അങ്ങനെ ഇടാൻ കാരണം? അതിനൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൻ്റെ മേലുള്ള കളങ്കമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതിനെതിരെ അതിനൊന്നും ഇങ്ങനെ സമയം വെച്ച് താമസിക്കേണ്ടത്, ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നതല്ല. ഞാൻ പറഞ്ഞത് ഓരോ സമയങ്ങളിൽ ആ സമയം ചർച്ച ചെയ്യേണ്ട സമയങ്ങളിൽ എടുക്കുന്ന ഒരു നിലപാടുകളുണ്ട്. ഞാൻ പറയുന്നത് തിരിച്ചടി സമയത്ത് തിരിച്ചടിയായിരിക്കണം. അത് ജനങ്ങളുടെ ഒറ്റക്കെട്ടായ തീരുമാനമായിരിക്കണം. ഇന്ത്യയിൽ നിന്നൊരു വിഭിന്ന സ്വരം കേൾക്കാൻ പാടില്ലായിരുന്നു. അതിന് മുൻപ് വേണമെങ്കിൽ പറയാം. അതിന് മുൻപ് ഈ തിരിച്ചടി നമ്മൾ 27-ാം തീയതി അല്ലേ ആക്രമണം? 22-ാം തീയതി ആക്രമണം ഉണ്ടായ സമയത്ത് കഴിഞ്ഞ് 14 ദിവസം ഉണ്ടായിരുന്നല്ലോ. ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞുകൂടായിരുന്നോ എന്തുകൊണ്ട് തിരിച്ചടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ? ഒരാൾ പോലും വേണ്ടിയില്ലോ. അന്ന് ശക്തമായി വാദിച്ചത് എന്താണെന്നറിയോ? തിരിച്ചടി കൊടുക്കണം. നരേന്ദ്രമോദി എന്തുകൊണ്ട് തിരിച്ചടിക്കില്ല? ബി ജെ പി എന്ത് തിരിച്ചടിക്കുന്നില്ല എന്ന് പറഞ്ഞു തീർന്നില്ല. തിരിച്ചടി കൊടുത്തു. 7-ാം തീയതി തിരിച്ചടി കൊടുത്തു. 7-ാം തീയതി തിരിച്ചടി കൊടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്തു? മെല്ലെ തിരിഞ്ഞു തുടങ്ങി. അത് പറഞ്ഞ് ശക്തമായ തിരിച്ചടി 8-ാം തീയതിയും 9-ാം തീയതിയും കൊടുത്ത സമയത്ത് യുദ്ധത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, തിരിച്ചടി കൊടുക്കണ്ട എന്നുള്ള നിലയ്ക്കായി. നേരെ തിരിച്ച് 9-ാം തീയതി ഈ പറഞ്ഞ ചർച്ചകളൊക്കെ നടത്തി, 10-ാം തീയതി ചർച്ചകളൊക്കെ നടത്തി, എന്നാൽ തൽക്കാലം വെടിനിർത്തൽ അയക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയാം ഞങ്ങളുടെ നേതാക്കന്മാരാണെങ്കിൽ അടിച്ച് തീർത്തിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ ഇവരുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്, പൊതുവായ രാഷ്ട്രീയമാണ്.